ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ആക്റ്റീവ 3G വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ജനറൽ സർവീസ് ആക്സിലേറ്റർ ഇടയ്ക്ക് റൈസ് ആവണ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിലിൻ്റെ അളവ് വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 വലിയ ഓയിൽ കഷ്ടിയുള്ളൂ ഇതിനകത്ത് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് വണ്ടി ഉണ്ടല്ലോ, നമുക്ക് 62,377 കിലോമീറ്ററിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റിയതാണ്. ഇപ്പോൾ നമുക്ക് 63,470, അതായത് 1,093 കിലോമീറ്ററാണ് ഇപ്പോൾ നിലവിൽ ഓടിയാണ്. അപ്പോഴത്തേക്കും ഓയിൽ അത്രയും കുറവായി പോയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും വണ്ടി ശ്രദ്ധിച്ചില്ലെങ്കിൽ വണ്ടിക്ക് പണി കിട്ടും. കാരണം ഇപ്പോൾ എന്തെങ്കിലും എഞ്ചിൻ ഓയിൽ മാറണം. പക്ഷേ ഓയിൽ കുറഞ്ഞു പോകണ കംപ്ലൈൻറ്റ് ഓയിൽ കയറി കത്തണതിൻ്റെ കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ്. നമ്മൾ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ്. അതിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയറായാലും പുതിയ ടയർ കിടക്കണം കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ, ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യേണ്ടത്. എയർ ഫിൽട്ടറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽട്ടറും ഈവൻ്റെ പ്ലഗും ഈ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് കൂടി മാറ്റിയിടാം. പ്ലഗിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാർബൺ വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം ഓയിൽ കയറി നിലവിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ക്ലച്ച് സൈഡ് നമ്മൾ ചെക്ക് ചെയ്യാനും ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ക്ലച്ച് സൈഡ് അയക്കുമ്പോൾ നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഇവിടെ ഓയിൽ സീൽ ലീക്കായി തുടങ്ങിയിട്ടുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്. ബെൽറ്റിന് വേറെ ഡാമേജ് ഒന്നുമില്ല. 60 സംതിങ് ഓടിയിട്ടുണ്ടെങ്കിലും ബെൽറ്റ് വേറെ ഡാമേജ് ഒന്നും വന്നിട്ടില്ല. പവർ ലിങ്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ബെൽറ്റാണ് ഇത് കിടക്കുന്നത്, ഹോണ്ടയ്ക്ക് സപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി. പിന്നെ അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ്, വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, ക്ലച്ച് യൂണിറ്റ്, അതിൻ്റെ ക്ലച്ചിൻ്റെ എല്ലാ ഭാഗവും തന്നെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ക്ലച്ച് ഗ്രീസിങ് നടത്തി നമ്മൾ റീസെറ്റ് ആക്കണം. ക്ലച്ചിൽ വേറെ പറയത്ത കംപ്ലൈൻറ്റ് ഇല്ല, ഓയിൽ സീൽ മാറ്റി റീസെറ്റ് ആക്കിയാൽ മതി. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡ് കവർ ലീക്കായിട്ട് ഇവിടെ ഓയിൽ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ കവർ ഗ്യാസ്കറ്റും മൗണ്ട് റബ്ബറും മാറ്റിയിട്ട് ഞാൻ ഓയിൽ ലീക്കിൻ്റെ ദിവസം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ആക്സിലേറ്റർ റേസിങ് പറഞ്ഞിട്ടുണ്ട്. ഈ കാർബേറ്റർ സ്ലൈഡർ അതിൻ്റെ ഉള്ളിൽ സ്റ്റക്ക് ആവണമെന്നാണ് ആ റേസിങ്ങിൻ്റെ കാരണം കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്ത് ഒരല്പം ഗ്രീസിൻ്റെ മയൊക്കെ നമുക്ക് ഗ്രീസൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടൊക്കെ കയറ്റി റീസെറ്റ് ആക്കാം. നിലവിൽ കാർബേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക വണ്ടിയും കംപ്ലയിൻ്റ് ആണ്. കാരണം എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്. കാർബേറ്റർ ദ്രവിച്ച് പോകുന്ന ഒരു അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ കാർബേറ്റർ അയക്കണമെന്നില്ല. ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഇല്ല, നമ്മളത് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട കേസാണ്. പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ തന്നെ നിലനിർത്താം കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഗ്രീൻ ബുഷ് പോയി കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലിങ്ക് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബ്രേക്ക് ക്യാമൊക്കെ നല്ല രീതിയിൽ ടൈറ്റായിരുന്നു, അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസാക്കി റീസെറ്റ് ആകുന്നുണ്ട്. ഫ്രണ്ടിലത്തെ ടയർ നല്ല രീതിയിൽ വെട്ടൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ടയർ അലൈൻമെൻറ്റ് പോയേക്കനാണ്. അത് ടയർ മാറ്റുമ്പോഴാണ് കംപ്ലയിൻറ്റ് മാറുള്ളൂ. മാക്സിമം ഉപയോഗിക്കുക. നമ്മൾ വണ്ടി ഓടിച്ചിട്ട് ഹാൻഡിൽ മേൽ ഒരു കൈയൊക്കെ എടുത്തു കഴിഞ്ഞാൽ വണ്ടി നല്ല ഷിവറിങ് കാണിക്കും. പിന്നെ ബാറ്ററി നമുക്ക് ഇതിന് 2025 ബാറ്ററിയാണ് വണ്ടി മിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2025 ബാറ്ററിയാണ്. വോൾട്ടൊക്കെ നോക്കുമ്പോൾ 9.35. അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ലോഡ് ടെസ്റ്റ് നടത്തുമ്പോഴും വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കാണുന്നില്ല. പിന്നെ ഇൻഡിക്കേറ്റർ ചില സമയങ്ങളിൽ സൗണ്ട് കട്ടായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ചില സമയങ്ങളിൽ വർക്ക് ചെയ്യും, ചില സമയങ്ങളിൽ കട്ടാവുണ്ട്. അത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയാൽ മതി. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പ്ലഗ്, എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്ക് കേട്ടോ. എഞ്ചിൻ ഓയിൽ ഇപ്പോൾ നിലവിൽ ഓയിൽ ലെവൽ കുറഞ്ഞ് പോകുന്ന കംപ്ലയിൻറ്റ് നമ്മൾ ക്ലിയറായിട്ട് റെഡിയാക്കി വിട്ട് ചെയ്യുന്നുണ്ടല്ലോ. മൊത്തത്തിൽ എഞ്ചിൻ കയറി പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. നല്ലൊരു എമൗണ്ട് നമുക്ക് ചിലവ് വരും കേട്ടോ. ഇത് നിലവിൽ സിലിണ്ടർ ബിസിനസ് സ്ക്രാച്ചസ് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഓയിൽ കയറി കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രത്യക്ഷത്തിൽ കണ്ണിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള പുക വണ്ടിക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഓയിൽ കുറഞ്ഞു പോകണം കേട്ടോ. ശ്രദ്ധിച്ചോളാം. ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയം ഉള്ളപ്പോൾ ഫ്രണ്ട് എഞ്ചിൻ്റെ ഹെഡ് ഭാഗം അഴിച്ച് അത് റെഡിയാക്കി വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ശ്രദ്ധിക്കില്ല. 1000 കിലോമീറ്റർ ഓടുമ്പോൾ ഇത്രയും കുറയാന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ ഓയിൽ കത്തി പോകുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും കേട്ടോ. അത് പ്രത്യേകം നോക്കാം. ഞാനപ്പോൾ അതിൻ്റെ നിലവിലിപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതിനകത്ത് നമുക്ക് ഇവിടെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഒരു കേബിൾ ഇവിടെ പൊട്ടിയിരിക്കാനായിട്ട് കാണുന്നുണ്ട് ഈ സൈഡിൽ കേട്ടോ. ഇതിവിടെ നമ്മൾ ഈ ഹാൻഡിൽ തിരിക്കുന്ന ഭാഗത്ത് നോക്കുമ്പോൾ അറിയാം, ഇതിവിടെ ഔട്ടർ പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കേബിളും കൂടി മാറ്റി വിടണം നല്ലതാണ്. ഇവിടെയൊക്കെ പൊട്ടിയേക്കാണ് കേട്ടോ. ആ കേബിളും കൂടി മാറ്റി വിടണം നല്ലതാണ്. അപ്പോൾ ആ കേബിൾ, ബ്രേക്കിൻ്റെ കേബിളും കൂടി ഞാൻ അതിനകത്ത് മാറ്റുന്നതായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. അതടക്കമുള്ള എസ്റ്റിമേറ്റാണ് വാട്സാപ്പിലേക്ക് ഇടുന്നത് കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.